ഗൈസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാക്കിൽ നിന്ന് സൗണ്ട് വരുന്നത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ. ഞാൻ വീഡിയോ അടക്കം നിങ്ങൾക്ക് തെളിവടക്കം കാട്ടി തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെയിൻ ചാനലിൽ ആ വ്ളോഗ് ഇട്ടിട്ടുണ്ടാവും. മെയിൻ ചാനൽ എന്ന് പറയാൻ ഇത് മറ്റേ വ്ളോഗ് ചാനൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ആ കംപ്ലയിൻറ്റ് വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വട്ടം ഞാനൊരു 4-5 വട്ടം ഇവിടെ കയറി ഇറങ്ങിയിട്ടാണ് ആ ഒരു കംപ്ലയിൻറ്റ് അവർ ക്ലിയർ ചെയ്ത് തന്നത്, അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. സോ ഈ വട്ടം അങ്ങനെ 4 വട്ടം കയറി ഇറങ്ങാൻ മൈൻഡ് ഇല്ലാത്തത് കൊണ്ട്, ക്ഷമയില്ലാത്തതുകൊണ്ട് ബൈക്ക് ഫസ്റ്റത്തെ ദിവസം തന്നെ ഇവിടെ വെച്ചിട്ട് പോവാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് പോവാണ്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ബൈക്ക് ഇവിടെ സർവീസിന് ഇവിടെ വെച്ചിട്ട് നമ്മൾ പോവാണ്. ഇനിയും 4-5 വട്ടം ഇവിടെ കയറി ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ഹണ്ടറല്ലല്ലോ, വേറൊരു പുതിയ വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവരെന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ ഒന്ന് കണ്ടിട്ട് പോവാന്ന് നിങ്ങൾക്കും കാട്ടിത്തരാമെന്ന് വിചാരിച്ചു കേട്ടോ. കഴിച്ചതാ, അതാണ് ബൈക്ക് വരുന്നത്. ജസ്റ്റ് ഒന്ന് കാണാനോ. ഇതാണ് ബൈക്ക് വരുന്നത്, ഗൊറില്ല. ഈ സാധനത്തിൻ്റെ ലോഞ്ചിന് ഇവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കൈയോടെ തോന്നി കണ്ടിട്ട് പോകാമല്ലോ. ഇത് 100 തന്നെ അല്ലേ, 100ൻ്റെ പോലെ തന്നെ. എൻജിൻ മാത്രം മറ്റേ ഇതിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്, ഹിമാലയൻ്റെ ഇതിൻ്റെയൊക്കെയാണ് കേട്ടോ. ഞാൻ എൻ്റെ 100 റിവ്യൂ 100ൻ്റെ ഈ ഒരു കാറ്റഗറിയിലാണ് ഞാൻ എടുക്കുന്നത്. ഓ നൈസ്. ഈ സാധനം 100നെക്കാട്ടും കുറച്ചും കൂടിയും ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഹൈറ്റ്. എനിക്കറിയില്ല. ഈ ഭാഗം നന്നായിട്ടുണ്ട്. ഇത് ഏറ്റവും ടോപ്പ് വേരിയൻ്റാന്ന് തോന്നണേ. നൈസ്, അടിപൊളി ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ബൈക്ക് നേരത്തെ റിവ്യൂ ഇരുന്ന് കാണായിരുന്നു ഇതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബൈക്ക് മൊത്തത്തിൽ ഈ സാധനം ബേസ് മോഡൽ, ഇത് ബേസ് മോഡലല്ലാന്നുണ്ട് എൻ്റെ വിശ്വാസം വരുന്നത്. ഓൺ ചെയ്ത് നോക്കാൻ പറ്റുമായിരിക്കും തോന്നുന്നു, അറിയില്ല. പെട്രോൾ അപ് ടു 20 കുറച്ചും കൂടിയും ഇതുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടിയും നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ട്രൗസർ കഴിഞ്ഞിട്ട് 100ൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. 100ൻ്റെ ഈ ഭാഗത്ത് ചെറിയ ചെറിയ മൈന്യൂട്ട് ഓട്ടകൾ, മഴക്കാലത്ത് വെള്ളം നനഞ്ഞിട്ട് വീണ്ടും ആ സാധനം, അതാണ് ഇതിവിടെ നിങ്ങൾക്ക് കാണാം, നനവ്. ഇപ്പോൾ ഉണങ്ങിപ്പോയി ട്രൗസർ. ആ ഒരു 2 ഭാഗം, ഈ ഭാഗം ടച്ച് ചെയ്യണം കൊടുത്തിട്ടാ. ട്രൗസറും പാൻറ്റും ഒക്കെ നനയുണ്ടേ. നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല 100 ഉപയോഗിക്കുന്നവർക്ക്. സോ ഇതാണ് ഗൈസ് ഗൊറില്ലയുടെ ഒരു വൈറ്റ് കളറാണ് കേട്ടോ. നമ്മുടെ ഗൊറില്ല റോയൽ എൻഫീൽഡിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡ് സാധനം. കുഴപ്പമില്ല. 100ൻ്റെ അതേ വലിപ്പം ഞാൻ ഡീറ്റെയിലൊന്നും എനിക്ക് അറിയാമെന്നില്ല. ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്ക് സൈഡും കാര്യങ്ങളൊക്കെ ഒരു സ്ക്രാംബ്ലറിൻ്റെ ഒക്കെ ഒരു ഭംഗിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബൈക്ക് എന്ന് പറയുന്നത് ഒന്ന് സ്ക്രാംബ്ലർ എഡിഷനും അതുപോലെ തന്നെ ഇവരുടെ അല്ല മറ്റ് ബ്രാൻഡുകളുടെ, അവരുടെ ട്രയംഫിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഉണ്ട്. പിന്നെ BMW ഒരു അഡ്വഞ്ചർ ടൂറുണ്ട്. എത്രയാ 1250 cc എത്രേൻ്റെ അങ്ങോട്ട് ഒരു സാധനമില്ലേ കേസ്, എനിക്കറിയില്ല കൃത്യമായിട്ട്. അപ്പോൾ അതെനിക്ക് അങ്ങനത്തെ വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് സൈഡ് ഭാഗം ഈ ഭാഗം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് ഈ സാധനം. അപ്പോൾ സംഭവം കൊള്ളാം, നൈസ്, എനിക്കിഷ്ടപ്പെട്ടു. ഇതൊക്കെ എക്സ്ട്രാ ആക്സസറീസ് ഫിറ്റ് ചെയ്തതായിരിക്കും കേട്ടോ. എക്സ്ട്രാ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തതായിരിക്കും. ഇവിടെ ഒരു ഡാവുണ്ട്, ആളൊന്ന് വിളിച്ച് നോക്കി നോക്കട്ടെ. ഞാനിതൊന്ന് ഓൺ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഓ, ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് കിട്ടുകയാണെങ്കിൽ ഒന്ന് ഓടിച്ച് നോക്കണം കേട്ടോ. നൈസ്. മറ്റതിനെക്കാട്ടും സൗണ്ട് കൂടുതലുണ്ട് 100നെക്കാട്ടും. ഇതിപ്പോൾ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള പ്രിമൈസസിലായതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സൗണ്ട് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് ഇറക്കുമ്പോഴാണ് അതിൻ്റെ കൃത്യം സൗണ്ട് അറിയാൻ പറ്റുള്ളൂ. നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സൈഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ ഒരു ഇതും പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഈ സംഭവം ഇല്ല കേട്ടോ. കാട്ടിത്തരാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ എന്താ ഗൈസ്, ഈ നനവാ ഞാൻ പറഞ്ഞത് കേട്ടോ. ട്രൗസർ നനഞ്ഞിരിക്കുകയാണ് ഈ 2 സൈഡിലോട്ട്. എൻ്റെ അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് കേട്ടോ. 100ൻ്റെ ഒരു ഇഷ്യൂ ആണ് ഈ സൈഡിൽ നനഞ്ഞിരിക്കുകയാണ് ട്രൗസർ. നനവാണ് അവിടെ വന്നത്. വേറെ വല്ലതും വിചാരിക്കുമായിരിക്കും അവർ. ഇതാ ഈ സൈഡ് കണ്ട, ഈ സൈഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഈ ഭാഗം ആ ഒരു നൈസ് ലുക്ക് ഉണ്ട്. എനിക്ക് ഈ ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സൈഡിലൊന്നും അധികം വേറെ ലൈക്ക് സപ്പോർട്ടിങ് ഇതുകളൊന്നും ഇല്ല കേട്ടോ. ഈ ഫ്രെയിമിൽ നിന്ന് തന്നെ ചെയ്തിട്ടാണ് ഈ സാധനം പോകുന്നത്. ഈ ഭാഗം, ആ ഭാഗം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പുറത്ത് സാരി ഗാർഡ്, വേറെ എന്തൊക്കെയാണ് കൊള്ളാം. ഇതൊക്കെ നോക്കിയാൽ ഇതൊക്കെ നൈസ്, അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാധനം. എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുമോ 100 മാറ്റിയിട്ട് ഇതിലേക്ക് കേട്ടോ, അറിയില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. സാധനം കൊള്ളാം, കുഴപ്പമില്ല ഗൈസ്.
ഇനിയിപ്പോൾ ഇത് ഓടിച്ച് നോക്കി എന്നാണ് എനിക്ക് ഓടിച്ച് നോക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് സർവീസിൻ്റെ അല്ല RTOൻ്റെ ഇതൊക്കെ കിട്ടിയോന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പുറത്ത് കണ്ടാനേട്ടോ വണ്ടി, നമുക്കത് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഹണ്ടർ കിട്ടിയിരിക്കണം ഗൈസ്. ഹണ്ടർ അല്ലല്ലോ, ഗൊറില്ല 450 സാധനം കൊള്ളാട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറെ എന്തൊക്കെയാ ഇതിലിപ്പോൾ വേറെ നോക്കിയിട്ട് എനിക്ക് കണ്ടിട്ടൊന്നും പറയാനില്ല, ആരോടൊന്നും ചോദിച്ചു നോക്കണം കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ സാധനം ഊരി വയ്ക്കാൻ പറ്റാമോ? ഈ സാധനം ഊരി വെച്ചിട്ട് നോക്കി വയ്ക്കുക, നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി വയ്ക്കുക. ഇതൊരു ഒരു ചേരണില്ല ഈ സാധനം, ഊരി വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ഇത് കണ്ടിട്ട്. ഇല്ലേ, അതേ ഇവിടെ നട്ട് ബോൾട്ട് ഉണ്ട് കേട്ടോ. ഓ, ഇതില്ലെങ്കിൽ കുറച്ചുകൂടി വേറെ ഇതായിരിക്കും കേട്ടോ. പിന്നെ ഇതിന് സീറ്റ് ഒന്ന് മാറ്റാം. സീറ്റ് പണി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. സീറ്റ് മറ്റേ കട്ടയായിട്ടുള്ളൊരു സാധനമില്ലേ, ഇവിടെ ഒരിക്കലും ഇല്ല. അത് ഇല്ല കേട്ടോ, അതില്ല. ഞാനിത് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വേറെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. നോക്കിയേ, എൻ്റെ മോനെ ബ്ലാക്ക് സാധനം പൊളിച്ച്, എൻ്റെ പൊന്നി സീൻ സാധനം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കളറ് നോക്ക് നിങ്ങൾ. ബ്ലാക്ക് യെല്ലോ ചേട്ടാ ഭംഗി കൂടുതൽ. ഈ സാധനം ഭയങ്കര ഭംഗി കൂടുതൽ. ഇതായിരിക്കും കൂടുതൽ നിരത്തുകളിൽ ഇറങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടോ. പൊളിച്ച് നൈസ്. ഇത് കുറച്ചുകൂടിയും യോജിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ സാധനം. പക്ഷെ അതിൽ ഒരു ഇത് വരുന്നില്ല, ഭംഗി എനിക്ക് തോന്നണില്ല. ഇതിലടിപൊളിയുണ്ട്. നോക്ക് എൻ്റെ മോനെ പൊളിച്ച് അടിപൊളിയായിട്ടത്. നൈസ് സാധനം കേട്ടോ. ആ ഫുള്ള ബ്ലാക്കിൽ ഈ യെല്ലോയും റെഡ് കളറും വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഫെയ്ഡായിട്ട് പോണൊരു കളർ കൂടി ഉണ്ട് കേട്ടോ. കൊള്ളാം, നൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാധനം. ഈ കളർ എനിക്ക് പേഴ്സണലി, വേറെ ഏതൊക്കെ കളർ ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഇത് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നോക്കിയേ, ഇത് ഓൺ ചെയ്യുമ്പോൾ ഗൊറില്ല എന്ന് പറഞ്ഞിട്ട് സാധനം ഇവിടെ ഇത് വരുന്നുണ്ട്. എനിക്ക് എൻ്റെ പൊന്നെ ബ്ലാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു സാധനം നോട്ടീസ് ചെയ്തത് ഈ ഭാഗം, ഈ സാധനം ഇതൊരു സൈഡിലാണ് വരുന്നത് കേട്ടോ. ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ പെട്രോളിൻ്റെ ഈ ടാങ്കിൻ്റെ ഭാഗം വരുന്നത്, ആ ഭാഗം വരുന്നത്. ഇതൊക്കെ നൈസ് ആയിട്ടുണ്ട് ഈ സാധനം. അല്ലെങ്കിൽ ഇവിടെ ഹണ്ടറിനൊക്കെ ഇവിടെ ജസ്റ്റ് കമ്പി മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് എക്സ്ട്രാ ഒരു ഷീൽഡ് പോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടുണ്ട്. പക്ഷെ ഇത് കേബിൾ മാനേജ്മെൻറ്റും വലിയ അലമ്പില്ല കേട്ടോ. കേബിൾ മാനേജ്മെൻറ്റ് ഇത് ഉള്ള കാരണമാണെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചുകൂടി അതിൻ്റെ ഒരു വൃത്തി കാണുന്നത്, കേബിൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു വൃത്തി കാണുന്നത് ഈ സാധനം ഉള്ളത് കൊണ്ടാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ നൈസ്, അടിപൊളി. അതെ, ഞാൻ വണ്ടി എടുത്ത് പിന്നെ സർവീസറിൻ്റെ ഭാഗത്തേക്ക് മാത്രമേ പോകാറുള്ളൂ, ഇങ്ങോട്ടേക്ക് കയറാറില്ല ബ്രോ. ഇത് ഹണ്ടറിൻ്റെ ഹൈറ്റ് തന്നെ, സീറ്റ് ഹൈറ്റ് ആണോ പറഞ്ഞാൽ? ഇങ്ങനെ ഹണ്ടറിനെക്കാട്ടും കുറവാ? അതെ. പക്ഷെ നീളം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ കമ്പാരിറ്റീവ്ലി? നീളം. ഓക്കെ. ഹണ്ടറിനെക്കാട്ടും നീളം കൂടുതലുണ്ട്, അതാണ്. പക്ഷെ സീറ്റ് ഹൈറ്റ് സെയിം അല്ലേ? ഹണ്ടറിനെക്കാട്ടും കുറവാ, പക്ഷെ കൊള്ളാട്ടോ. പക്ഷെ സംഭവം എനിക്ക് അടിപൊളിയായിട്ടുണ്ട്. വേറെ എന്തൊക്കെയുണ്ട്? ഞാൻ അവിടെ ഇരുന്ന് നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാധനം. ഇതൊന്നും പിടിച്ചൊന്നു. ബ്ലാക്കിൽ റെഡ് യെല്ലോ എനിക്ക് അങ്ങനെ മാച്ച് ചെയ്തെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബൾക്കിയാണ്. അതെ. ഹൈറ്റ് സീറ്റ് ഹൈറ്റ് കുറവാണ്. പിന്നെ ശരിക്കും ഇത് റോഡ്സ്റ്റർ കാറ്റഗറി ആണ്. അത് 350. ഇതാകുമ്പോൾ ഹിമാലയൻ എഞ്ചിൻ തന്നെയാണ് ഇതിലും വരുന്നത്. ഹിമാലയ ഓഫ് റോഡ് ആണെങ്കിൽ ഇതൊരു സിറ്റി റൈഡും കൂടി കംഫർട്ടാക്കി. അതെ. $310 തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഹണ്ടറിന് 2,06,000 അല്ല 1,83 തൊട്ട് സ്റ്റാർട്ടിങ്. സ്പോക്ക് വീല് സ്റ്റാർട്ടിങ് സ്പോക്ക് വീല്. ഇത് എത്ര സ്റ്റാർട്ടിങ്? 310 സ്റ്റാർട്ടിങ് വരുന്നില്ലേ? ബേസ് മോഡൽ എങ്ങനെയാ വരാ ഈ സാധനം? ഇൻസ്ട്രുമെന്റ് എല്ലാം അല്ല. റൂട്ട് മാപ്പ് ഇതിൽ കാട്ടൂ? ഇതില് കാട്ടൂല്ലേ? ഓക്കെ.
ഓ ഇത് ഓക്കെ. ഓക്കെ 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 അങ്ങനെയുണ്ടല്ലോ. 2 മോഡുണ്ട്, പെർഫോമൻസ്, ABS ഓൺ, പെർഫോമൻസ്. 2 മോഡ്സ് ആണ് വരുന്നത്. ഹിമാലയൻ എത്രയായിരുന്നു? ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയുണ്ട്? സെയിം ആണോ? 100 വെച്ച് ചെക്ക് ചെയ്യണം. ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ ഉപകാരമായി. പിന്നെ വേറെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാധനം. ഹിമാലയൻ്റെ സെയിം സാധനം തന്നെയാണ്, പക്ഷെ അത് റോഡ്സ്റ്റർ കാറ്റഗറിയിൽ. അത് എൻജിൻ തന്നെ. നൈസ് 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 നൈസ്, അടിപൊളി. എനിക്ക് ഇതിൻ്റെ ഏതൊക്കെ കളേഴ്സ് ഉണ്ട്? യെല്ലോ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വൈറ്റ് ഒരെണ്ണം, വൈറ്റ് ബ്ലൂ അവിടെ ഒരെണ്ണമുണ്ട്, ഇത് ഒരെണ്ണം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. 1 2 3 4 കളേഴ്സ് ഉണ്ട് കേട്ടോ അതിൽ. എനിക്ക് ഇത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എന്തായാലും 100 ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കട്ടെ. സാധനം എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പേഴ്സണലി. എനിക്ക് നോക്കിയിട്ട് മതിയാവണില്ല. അപ്പം എന്തായാലും ശരി, കാണാം, നീങ്ങട്ടെ, ബൈ.